റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഹെഡിലൊന്നാണ് GST റിപ്പോർട്ട്. ഈ ഒരു GST റിപ്പോർട്ടിൽ 5 ഹെഡ്സ് ആയിട്ടാണ് റിപ്പോർട്ട്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് GST റിപ്പോർട്ട് എന്ന ടോപ്പിക്കാണ്. ഈ ഒരു GST റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ വരുന്ന സെയിൽസിൻ്റെ എല്ലാ GST സമ്മറിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സെയിൽസ് ഇൻവോയ്സിൻ്റെ എല്ലാ ലിസ്റ്റ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു കസ്റ്റമറിൻ്റെ അണ്ടറിൽ ഒന്നിൽ കൂടുതൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവോയ്സിൻ്റെ എല്ലാം സെപ്പറേറ്റ് ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കും. കസ്റ്റമർ നെയിമിന് ശേഷം നെക്സ്റ്റ് വരുന്നത് വൗച്ചർ നമ്പറാണ്. അതിനുശേഷം വരുന്നത് കസ്റ്റമറുടെ GST നമ്പർ, നെക്സ്റ്റ് കസ്റ്റമറുടെ സ്റ്റേറ്റ് ആൻഡ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത്. അതിനുശേഷം വരുന്നത് ടാക്സബിൾ എമൗണ്ട് ആണ്. നെക്സ്റ്റ് വരുന്നത് ഓരോ സെയിൽസ് ഇൻവോയ്സിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള CGST എമൗണ്ട്, SGST എമൗണ്ട്, IGST എമൗണ്ട്, KFC എമൗണ്ട് ആൻഡ് ടോട്ടൽ എമൗണ്ട്. ഇത്രയും ഹെഡ്സ് ഓഫ് കോളമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാ കോളമിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു GST റിപ്പോർട്ടിൽ നിന്നും നമുക്ക് ഓരോ കസ്റ്റമറുടെയും ഇൻവോയ്സ് വൈസ് GST സമ്മറി ഡാറ്റ എല്ലാം അറിയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു GST റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഡാറ്റ മാത്രം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GST റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ഡാറ്റ കംപ്ലീറ്റ് ആയി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പേജ് സെറ്റപ്പിനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. GST റിപ്പോർട്ടിന് ശേഷം നെക്സ്റ്റ് GST റിപ്പോർട്ടിൻ്റെ അണ്ടറിൽ വരുന്നത് GST റിപ്പോർട്ട് സ്പ്ലിറ്റപ്പ് ആണ്. GST സ്പ്ലിറ്റപ്പ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓരോ വൗച്ചറിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടാക്സബിൾ എമൗണ്ടിൻ്റെ സ്പ്ലിറ്റപ്പ് ആണ്. നമുക്കിവിടെ കസ്റ്റമർ നെയിം കാണാം. നെക്സ്റ്റ് വരുന്നത് വൗച്ചർ നമ്പർ, GST നമ്പർ കസ്റ്റമറുടെ, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഓരോ വൗച്ചറും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, ടാക്സബിൾ എമൗണ്ട്, CGST എമൗണ്ട്, SGST എമൗണ്ട്, IGST, KFC ആൻഡ് ടോട്ടൽ എമൗണ്ട്. ഇങ്ങനെ കോളംസ് എല്ലാം GST റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ സ്പ്ലിറ്റപ്പിലും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ നമുക്ക് ഒരു വൗച്ചറിൽ തന്നെ ഉള്ള പല പ്രൊഡക്ട്സിൻ്റെയും ടാക്സബിൾ എമൗണ്ട് ആൻഡ് അതിൻ്റെ സ്പ്ലിറ്റപ്പ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു GST റിപ്പോർട്ട് സ്പ്ലിറ്റപ്പ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റപ്പ് റിപ്പോർട്ട് ഡേറ്റ് വൈസ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GST റിപ്പോർട്ട് സ്പ്ലിറ്റപ്പിൻ്റെ റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയായി റിപ്പോർട്ട് വ്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു റിപ്പോർട്ട് പേജ് സെറ്റപ്പ് ചെയ്യാനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. GST റിപ്പോർട്ട് സ്പ്ലിറ്റപ്പ് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് GST റിപ്പോർട്ട് സ്പ്ലിറ്റപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് GSTR1 റിപ്പോർട്ടാണ്. GSTR1 റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെയും അതുപോലെ തന്നെ സെയിൽസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. GSTR1ൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഫോർമാറ്റിലാണ് GSTR1 റിപ്പോർട്ട് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിൻ്റെ ഫോർമാറ്റ് സൈസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൂം ഇൻ സൈസ് ആക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ഓരോ GSTR1ൻ്റെ സെയിം റിപ്പോർട്ടിൽ നമുക്ക് സെയിം ഫോർമാറ്റിൽ തന്നെയാണ് ഈ റിപ്പോർട്ടെല്ലാം റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ സെയിൽസ് എൻട്രിയുടെയും റെക്കോർഡ് ചെയ്യുന്ന ഓരോ ഇൻവോയ്സിൻ്റെയും ബേസിസിൽ ഇവിടെ നമുക്ക് ഡാറ്റ റിഫ്ലക്റ്റ് ആകുന്നത് കാണാം. നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ നമുക്ക് ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു GSTR1ൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കംപ്ലീറ്റ് ഡാറ്റയായി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു.
ഇങ്ങനെ കംപ്ലീറ്റ് ഡാറ്റ വ്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പേജ് സെറ്റപ്പിനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. GSTR1ൻ്റെ റിപ്പോർട്ട് ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കിവിടെ കാണാം സമ്മറി ഫോർ B2B ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് സമ്മറി ഫോർ B2CL, അതിനുശേഷം സമ്മറി ഫോർ B2CS, നെക്സ്റ്റ് വരുന്നത് സമ്മറി ഫോർ ക്രെഡിറ്റ് നോട്ട് CDNR 9B രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് CDNR UR ആണ്, CDN UR ക്രെഡിറ്റ് നോട്ട് ആൻഡ് അതിൻ്റെ അൺരജിസ്റ്റേർഡ് ഡീലേഴ്സിൻ്റെ എല്ലാം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇങ്ങനെ 13 സെക്ഷൻസിൻ്റെയും GSTR1ൻ്റെ എല്ലാ റിപ്പോർട്ടും ഈ ഒരു ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും പ്രീവിയസ് പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് GSTR1ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. GSTR1ന് ശേഷം നെക്സ്റ്റ് വരുന്നത് GSTR2A ആണ്. GSTR2A ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലാണ് റിപ്പോർട്ട് ഓപ്പൺ ആവുന്നത്. ഇവിടെ നമ്മൾ GSTR1 ചെയ്തതുപോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധിക്കും. GSTR2A റിപ്പോർട്ടിൽ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പർച്ചേസ് റിലേറ്റഡ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ജനറേറ്റ് ആകുന്നു. ഇവിടെ നമുക്ക് GSTR2A ഫോർമാറ്റ് നോക്കാം. ഫസ്റ്റ് വരുന്നത് B2B സെക്ഷൻ 3 ആണ്, സമ്മറി ഓഫ് സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് സപ്ലയേഴ്സ്. നെക്സ്റ്റ് വരുന്നത് സമ്മറി ഓഫ് സപ്ലൈസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, B2B അൺരജിസ്റ്റേർഡ് ഫോർ സെക്ഷൻ B. നെക്സ്റ്റ് സമ്മറി ഫോർ IMBS സെക്ഷൻ 4C. ഇങ്ങനെ സെക്ഷൻ 6C വരെയുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആകുന്നു. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള GSTR2A റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നു. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GSTR2A റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് GSTR2A റിപ്പോർട്ട് കംപ്ലീറ്റ് ആയി വ്യൂ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ സൂം ഇൻ ചെയ്യാനും അതുപോലെ പേജ് സെറ്റപ്പിനെല്ലാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്ന എക്സ്പോർട്ട് ഓപ്ഷനാണ്. ഈ ഒരു GST റിപ്പോർട്ടെല്ലാം നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ GSTR2A റിപ്പോർട്ടിന് ശേഷം GST റിപ്പോർട്ടിൽ നെക്സ്റ്റ് വരുന്നത് GSTR3B റിപ്പോർട്ടാണ്. GSTR3Bയിലെ ഫോർമാറ്റ് ആൻഡ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. GSTR3B റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ എല്ലാ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെ സമ്മറി റിട്ടേൺ ഡീറ്റെയിൽസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. GSTR1 ആൻഡ് 2A റിപ്പോർട്ടിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു GSTR3B റിപ്പോർട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന മന്തിൻ്റെ ബേസിസിൽ നമുക്ക് GSTR3B റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷൻ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GSTR3B റിപ്പോർട്ടിൻ്റെ വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ഡാറ്റ കംപ്ലീറ്റ് ആയി വ്യൂ ചെയ്യാൻ സാധിക്കുന്നു. ഡാറ്റ കംപ്ലീറ്റ് വ്യൂ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ പേജ് സെറ്റപ്പിനും അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പോർട്ട് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഓർഗനൈസേഷനിൽ ഓരോ എൻട്രി ഇടുന്നതനുസരിച്ചും GST റിപ്പോർട്ട്സിൽ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആകുന്നത് കാണാൻ സാധിക്കുന്നു. ഇത്രയും ഡീറ്റെയിൽസ് ആണ് GST റിപ്പോർട്ടിൻ്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.